എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ ഉപവാസ പ്രാർത്ഥന ഈ സ്തോത്ര ഫ്രൈഡേ നടത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് അവസരമൊരുക്കി. നമ്മൾ രാവിലെ സ്തോത്ര 5 മണിക്കുള്ള നമ്മുടെ പ്രാർത്ഥന അനുഗ്രഹമായി നടക്കുവാനും അതിനുശേഷമാണ് നാം ഉപവാസത്തോടെ ആലയത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചത്. ദൈവം നമ്മുടെ വിഷയങ്ങളെ മനസ്സിലാക്കാൻ തക്കവണ്ണം ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിപ്പാനും ദൈവത്തിൻ്റെ ആത്മാവ് അവസരമൊരുക്കി. ഒത്തിരി പ്രാർത്ഥന വിഷയങ്ങളും ഒത്തിരി ആവശ്യങ്ങളുമൊക്കെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. അവിടെയൊക്കെ കർത്താവിൻ്റെ അത്ഭുതം ദൈവം അയക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മുടെ ആത്മീക ദൈവിക ദൂതിനു വേണ്ടി സങ്കീർത്തനം 56-ന്റെ 8-ാമത്തെ വാക്യം എൻ്റെ ഹൃദയത്തിൽ ഓടി വന്ന ഒരു ദൈവിക ചിന്തയാണ്. സങ്കീർത്തനം 56-ന്റെ 8-ാമത്തെ വാക്യം. ആമേൻ. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക ശബ്ദമാണ് നാം ഇന്ന് വായിച്ചു കേട്ട കർത്താവ് വചനത്തിൻ്റെ വെളിപ്പാട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ചിന്തകളാണ്. ആ ചിന്തയ്ക്കകത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ നാം ആ വിഷയത്തെ പ്രാർത്ഥിക്കുമ്പോൾ നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു എന്ന വാക്ക്, സ്തോത്രം, ഉഴൽച്ചകളെ എണ്ണുന്നു, ഉഴൽച്ചകൾ എന്ന പദമാണ്. നമുക്കറിയാം ഈ ഉഴൽച്ച എന്ന വാക്കിന് ഈ വാണ്ടറിങ് എന്നൊരു വാക്ക് അല്ലെങ്കിൽ അലച്ചിൽ എന്നൊരു വാക്കുണ്ട്. അലച്ചിൽ, വലച്ചിൽ എന്നൊക്കെ പദം കൊണ്ട് ഉപയോഗിക്കാം. പലപ്പോഴും നമ്മുടെ ആത്മീക ജീവിതത്തിനകത്തും നമ്മുടെ പ്രാണനും നമ്മുടെ ആത്മാവിനും ശരീരത്തിനും സമ്പത്തിനും കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും നാം പാർക്കുന്ന അല്ലെങ്കിൽ നാം പ്രതീക്ഷിക്കുന്ന മേഖലയ്ക്ക് യോഗ്യമായ ഒരു അത്ഭുതം നമ്മുടെ അകത്ത് വരാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസികമായ ഒരു അന്തരീക്ഷമാണ് ഉഴൽച്ച അല്ലെങ്കിൽ അസ്വസ്ഥത എന്ന വാക്ക്. തൃപ്തിയില്ലായ്മ അല്ലെങ്കിൽ സുഖമില്ലായ്മ, മനസ്സിനകത്ത് വല്ലാതെ വലട്ടുന്ന ഒരു അസ്വസ്ഥതകൾ. നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം നടക്കുമ്പോൾ നമുക്ക് തൃപ്തിയും ആശ്വാസം ഉണ്ടാകും. നമ്മൾ പ്രതീക്ഷിച്ച കാര്യം നടക്കാതെ വരികയും, നടക്കാതെ വരിക മാത്രമല്ല അതിൻ്റെ പുറകിൽ നമുക്കുണ്ടാകുന്ന വലിയ മാനസിക സംഘർഷം അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ഉണ്ടാകുന്ന സമൂഹത്തിൽ നിന്നോ കുടുംബത്തിനകത്തു നിന്നുണ്ടാകുന്ന ചില ഇടപെടലുകൾ നമ്മെ വല്ലാതെ മാനസികമായിട്ട് അസ്വസ്ഥപ്പെടുത്തും. അല്ലെങ്കിൽ എങ്ങനെ ഈ സൊസൈറ്റി നമുക്ക് പാർക്കാൻ പറ്റും, ആ കാര്യം നടന്നില്ലല്ലോ, ആ കാര്യം നടക്കുന്നില്ലല്ലോ എന്ന് വരുമ്പോൾ പല ചോദ്യങ്ങൾക്കും എങ്ങനെ മറുപടി കൊടുക്കേണ്ടി വരും എന്നുള്ള ചിന്തയിൽ നമുക്കുണ്ടാകുന്ന മാനസിക വിഷമങ്ങൾ, ഇതിനെ മൊത്തം ഉഴൽച്ചകളെന്ന് നമുക്ക് പറയാം. എന്നാൽ വിശുദ്ധ വചനത്തിനകത്ത് ഏത് ഉഴൽച്ചകളെയും, അല്ലെങ്കിൽ നമുക്കറിയാം പ്രസിദ്ധന്മാരായിട്ട് ഈ പുസ്തകത്തിനകത്ത് ആത്മാവ് എടുത്തു ഉയർത്തി കാണിക്കുന്ന അനേക വിശുദ്ധന്മാരുടെ പഴയകാല അനുഭവങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞാൽ അവർ ഒരിക്കലും അവർ സന്തോഷം പ്രാപിച്ചിട്ടല്ല നേട്ടങ്ങൾ കൊയ്തത്, അവരനുഭവിച്ചതല്ല, ഉഴൽച്ചകൾ മൊത്തം അനുഭവിച്ച ശേഷമാണ് സന്തോഷം അനുഭവപ്പെടിയാക്കിയത്. ഞാൻ ആ വാക്കൊന്നുകൂടി ആവർത്തിക്കാം. നമുക്കറിയാം വിശുദ്ധ വചനത്തിനകത്ത് ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിനകത്ത് അബ്രഹാമിനെ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ മിസ്രയീമിൽ എന്നൊരു വാക്കുണ്ട്, അല്ലെങ്കിൽ ഈജിപ്റ്റ് എന്ന അന്തരീക്ഷമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിനകത്ത് പെലിസ്ത്യൻ എന്ന വാക്ക് കാണുന്നുണ്ട്. ഒന്ന് ആവർത്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 12-1-ാമത്തെ വാക്യത്തിൽ അബ്രഹാം എന്ന വാക്ക്, 12-ന്റെ 10-ാമത്തെ വാക്യത്തിൽ മിസ്രൈം എന്ന പദം കടന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പെലിസ്ത്യൻ വാക്ക് പറയുന്നുണ്ട്. നമ്മൾ ഈ വാക്യങ്ങളെല്ലാം വായിച്ചു വരുമ്പോൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകം മാറിയിട്ട് പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഫെലിസ്ത്യർ, ഗിർഗസ്യർ, യെബൂസ്യർ, പെരിസ്യർ എന്നിട്ട് 7 ജാതികൾ കാണുന്നുണ്ട്. അത് ആവർത്തന പുസ്തകത്തിൽ കാണുന്നു, യോശുവ പുസ്തകത്തിൽ കാണുന്നുണ്ട്. യോശുവിന്റെ കാലഘട്ടം വന്നപ്പോൾ മല്ലന്മാര്, അമാലാഖ്യന്മാര് എന്ന പദങ്ങൾ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പദങ്ങളെല്ലാം വിശുദ്ധ ബൈബിളിനകത്ത് കുറിച്ചു വച്ചിരിക്കുമ്പോൾ എന്താ വാഗ്ദത്തം പ്രാപിച്ച് നേട്ടം കൊയ്യാൻ തക്കവണ്ണം ദൈവാത്മാവ് കണ്ടിട്ടുള്ള സകല വ്യക്തികളും ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നത്തെ അവരെ അഭിമുഖീകരിച്ചവരും അഭിമുഖീകരിക്കേണ്ടവരുമാണ്. ഒരു ഹല്ലേലൂയ പറയാമോ? മനസ്സിലാകുന്നത്? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ.
ഒരു ഉയർച്ച പ്രാപിപ്പാൻ തക്കവണ്ണം ആമേ ഒരു വ്യക്തി ദൈവസന് താല്പര്യപ്പെടുമ്പോൾ ആ ഉയർച്ച പ്രാപിക്കുന്ന മുമ്പിൽ ഒരു ഉഴച്ച ഉണ്ട്. ഉയർച്ചയുടെ പുറകിൽ ഒരു ഉഴച്ചയുണ്ട്. അപ്പോൾ ആ ഉഴച്ച ആമേ വരുന്നുവെങ്കിൽ ആ ഉഴച്ചയ്ക്ക് ഒരു കാരണക്കാരനുണ്ട്. ആ കാരണക്കാരൻ ഈ പുസ്തകത്തിനകത്ത് വായിക്കുമ്പോൾ അത് പെലിസ്ത്യൻ എന്നാണ്. നിങ്ങൾ വായിച്ചേ 56-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ ഹെഡിങ് ഒന്ന് വായിച്ചു നോക്കിയേ. സംഗീത പ്രമാണിക്ക് വായിച്ചു. സംഗീത പ്രമാണിക്ക് ദൂരസ്ഥന്മാരുടെ ഇടയിൽ മിണ്ടാത്ത പ്രാവ് എന്ന രാഗത്തിൽ ദാവീദിന്റെ ഒരു സ്വർണ്ണഗീതം. ഫെലിസ്ത്യർ അവനെ ഗത്തിൽ വെച്ച് പിടിച്ചപ്പോൾ ഫെലിസ്ത്യൻ. അപ്പോൾ ഈ ഉഴച്ച എന്ന വിഷയത്തിന്റെ കാരണക്കാരൻ ഫെലിസ്ത്യനാണ്. അപ്പോൾ ഫെലിസ്ത്യൻ എന്ന് തുടങ്ങി ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിനകത്ത് നമ്മൾ ബൈബിൾ പഠിച്ച സമയത്ത് ആ ഫെലിസ്ത്യൻ ആരെന്ന് നമുക്ക് മനസ്സിലായി. മിസ്രയീം ആരെന്ന് നമ്മൾ മനസ്സിലായി. പൂത്ത് ആരെന്ന് മനസ്സിലായി. കനാൻ ആരെന്ന് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ വീട്ടിനകത്ത് നിന്ന് തന്നെയാണ് ശത്രുക്കൾ പൊങ്ങി വന്നു എന്നാണ് ഉൽപ്പത്തി 10-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ശത്രു പുറത്തുനിന്ന് വന്നവരല്ല, ശത്രു മൊത്തം അകത്തുനിന്ന് വന്നവരാണ്. അപ്പോൾ നമ്മുടെ ഉഴച്ചകൾക്ക് കാരണക്കാരൻ നമ്മുടെ വീട്ടിൽ നിന്നുണ്ടായി വന്ന ശത്രുക്കളാണ്. അപ്പോൾ ഇവിടെ നോക്കണം, ഉൽപ്പത്തി 12-10-ാമത്തെ വാക്യത്തിൽ വാഗ്ദത്തം പ്രാപിക്കാനുള്ള അബ്രഹാമിന്റെ പുറകിൽ ഒരു മിസ്രയീം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഫറവോൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഫറവോന്റെ ജോലി എവിടെയൊക്കെ പ്രാധാന്യമുള്ള കാര്യമുണ്ടോ ആ പ്രാധാന്യമുള്ള കാര്യത്തെ മൊത്തം അടിച്ചു മാറ്റുക. പ്രൈസ് ഗോഡ്. ഒരു സ്തോത്രം ചെയ്യാമോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ആവശ്യത്തിന് ഞാൻ ഉഴച്ച എന്ന വാക്ക് സ്ഥാപിക്കാനാണ് ആ വാക്ക് ആവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഉഴച്ചയ്ക്ക് കാരണം ഒരു ഫെലിസ്ത്യനാണ്, ഒരു മിസ്രൈമിലെ ഒരു ഫറവോനാണ്. അപ്പോൾ ഫറവോൻ ഇറിറ്റേറ്റ് ചെയ്ത് അസ്വസ്ഥപ്പെടുത്തി വാഗ്ദത്തം സ്മൂത്തായിട്ട് പ്രാപിക്കുന്നതിന് പകരം ആ വാഗ്ദത്തെ തടയുന്ന ഒരു ഫറവോൻ ഉണ്ടായിരുന്നു. വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 14-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ഇവരെല്ലാവരും സിദ്ദീം താഴ്വരയിൽ ഒന്നിച്ചു. ഉൽപ്പത്തി 14-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഉൽപ്പത്തി അല്ല, പുറപ്പാട്. പുറപ്പാട് 14:3. പുറപ്പാട് 14:3. എന്നാൽ അവർ ദേശത്ത് ഉഴലുന്നു, മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് ഫറവോൻ ഇസ്രായേൽ മക്കളെ. അപ്പോൾ ഫറവോന്റെ ജോലി എന്തുവാ? വാഗ്ദത്തമുള്ള തന്റെ ജനത്തെ ഉഴലണം, വലയ്ക്കണം, അലയ്ക്കണം. ഇങ്ങനെ കിടന്ന് ബുദ്ധിപരമായും യുക്തിപരമായും ശരീരമായും മാനസികമായും സാമ്പത്തികമായി സ്ട്രഗിൾ ചെയ്ത് ഒരു പുഴു പിടയ്ക്കുന്ന പോലെ പിടപ്പിച്ച് മാത്രമേ ആ വ്യക്തിയെ വിടത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ അവരെ കൈരിക്കുന്ന സകല കാര്യത്തെ കൊള്ളയിടുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടാത്ത നന്മ നിനക്ക് കിട്ടണ്ട, ഞങ്ങൾക്കോ ഈ നന്മ പ്രാപിക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് നീയും ആ നന്മ പ്രാപിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഫറവോന്റെ ജോലിയാണ് ഇസ്രായേൽ മക്കളെ ദേശത്ത് എന്ത് ചെയ്യുക? ഉടലുമാറാക്കുക. ഒരു സ്വതന്ത്രം ചെയ്യാമോ? ഉടലുമാറാക്കുക. അപ്പൊ വാണ്ടർ ചെയ്യുന്നു, വലയ്ക്കുന്നു, അലയ്ക്കുന്നു. അപ്പോൾ സാത്താന്റെ ജോലി അലയ്ക്കുന്ന ജോലിയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ആത്മാവിൽ പറയാം, വാഗ്ദത്ത ശ്രേഷ്ഠതകളും ഉയർച്ചയുടെ വിശേഷതകളും ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ ആ തന്ന വിശേഷ നന്മകളെ, ആ തന്ന വിശേഷ ഉയർച്ചകളെ തട്ടി മാറ്റാൻ തക്കവണ്ണം നമ്മോട് കളിക്കുന്ന സാത്താന്റെ പേരാണ് ഫറവോൻ. ആ ഫറവോന്റെ ജോലി നമ്മെ ദേശത്തിട്ട് ഉടലുമാറാക്കുക. മാനസികമായി എന്ന് പറഞ്ഞാൽ ഒരു 6 മണിക്കൂറോ 7 മണിക്കൂറോ ഉറങ്ങാൻ തക്കവണ്ണം കിടന്നാൽ പോലും ആ ഉറക്കം വരുത്താത്ത മാനസികമായിട്ട് നമ്മെ എടുത്ത് അസ്വസ്ഥ ചിന്തയിട്ട് ഭാരപ്പെടുത്തി ശരീരത്തിനകത്ത് ദണ്ഡനമിട്ട് ഭയമിട്ട് ഇങ്ങനെ ഇട്ട് വരച്ച് വരച്ച് വലച്ച് അലച്ച് ഒന്ന് രാത്രിയാകം നോക്കുന്നു, പിന്നെ പകലാകം നോക്കുന്നു, പിന്നെ ഉച്ചയാകം നോക്കുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സമയങ്ങൾ നോക്കിയിട്ട് ആ
ആ സമയം ലഭിച്ചിട്ട് ആ ഉഴച്ചകൾ മാറാതെ വണ്ണം മനസ്സിനെ ആകപ്പാടെ വ്യാകുലപ്പെടുത്തുമ്പോൾ ഇന്ന് രാവിലെ ആത്മാവ് പറയുക, അവ പിശാചിന് പരിമിതി ഉണ്ട്, എന്നാൽ വാഗ്ദത്തം പ്രാപിക്കേണ്ട അവ നമുക്കോ പരിമിതിയില്ല. സാത്താൻ എന്തെല്ലാം പ്ലാനുകൾ ആസൂത്രണം ചെയ്താലും ആ പ്ലാനിനെ അതിജീവിപ്പാൻ തക്കവണ്ണമുള്ള സർവ്വായുധവർഗം ധരിച്ചുകൊണ്ട് ആ ഫറവോന്റെ അവയെ ശക്തിയോട് പടവെട്ടാൻ വാഗ്ദത്തമുള്ള ദൈവമക്കൾക്ക് ദൈവാത്മാ അനുവാദം നൽകിയിട്ടുണ്ട്. സ്തോത്ര. കരങ്ങളെ ഒന്ന് ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇനി പുറപ്പാട് 15:9 വാക്യം നമുക്കറിയാവുന്ന വാക്യമാണ്. പക്ഷേ എൻ്റെ മെസ്സേജിന് വേണ്ടി ഞാനൊന്ന് വായിപ്പിക്കുന്നു മാത്രമാണ്. ഒന്ന്, ഫറവോന്റെ പ്ലാന്. ഒന്ന്, അവൻ ദേശത്തിട്ട് എന്ത് ചെയ്യുക? ഉഴലുമാറാക്കുന്നു. സ്തോത്രം. ഉഴലുക, അലക്കുക, അസ്വസ്ഥപ്പെടുത്തുക, മാനസികമായിട്ടിട്ട് വ്യതയുണ്ടാക്കുക, ഒരു സ്വസ്ഥത പോലും തരുന്നില്ല. പക്ഷെ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? പോരാടി പ്രാർത്ഥിച്ച് ജയമെടുത്ത് ഒന്ന് റിക്കവറി പ്രാപിച്ച് രക്ഷപ്പെട്ട് പുറപ്പെടാൻ തോന്നുമ്പോൾ ഇതാ അതിൻ്റെ പുറകിൽ ആര് വരുന്നു? അമേ ഫറവോന്റെ ശക്തി. ഞാൻ പിശാച് പറയുകയാണ്, ഞാൻ വാഗ്ദത്തം പ്രാപിക്കാൻ പോകുന്ന വ്യക്തിയുടെ പുറകിൽ ഞാൻ പോകും. ആമേൻ. വാഗ്ദത്തം പ്രാപിക്കാൻ ഉള്ളവരുടെ പുറകിൽ ഞാൻ പോകും. 14:3 വാക്യത്തിൽ പുറപ്പെടാതിരിക്കാൻ തക്കവണ്ണം പിശാച് ബന്ധിച്ചു. ബന്ധിച്ച ശേഷം സ്തോത്രം ഇട്ട് ഉഴന്നു. നമ്മൾ ചോദിക്കും എന്ത് ലഭിച്ചു, എന്ത് പ്രാപിച്ചു എന്നൊക്കെ ഇട്ട് ചോദ്യം ചോദിച്ച് ആ മാനസികമായിട്ടിട്ട് ഭാരപ്പെടുത്തി. എന്നാൽ കെട്ടുപൊട്ടി പുറത്തു വന്ന് 15:9 വാക്യത്തിൽ പറഞ്ഞു, വാഗ്ദത്തം പ്രാപിക്കാനുള്ള ദൈവമക്കളുടെ പുറകിൽ എന്ത് ചെയ്യാം? പിശാച് പോകുന്നു. അപ്പോൾ നേരത്തെ പിശാച് എന്ത് ചെയ്തു? ഉഴലിച്ച കൊണ്ടിട്ടു. ഇപ്പോൾ പ്രാന്തി വാഗ്ദത്തം പ്രാപിക്കാൻ പോകുന്നവൻ്റെ പുറകെ പോവുകയാണ്. സ്തോത്രം, സ്തോത്രം. നിങ്ങൾ ഓർത്തുകൊണ്ടൊരു കാര്യമുണ്ട്. ഈ ശമൂവേലിൻ്റെ പുസ്തകം ഞാൻ റെഫറൻസ് പറയുന്നില്ല. ശമൂവിൻ്റെ പുസ്തകത്തിന് അതിങ്ങനെ ഉണ്ട്. ഈ ഫെലിസ്ത്യൻ്റെ തന്ത്രം എന്ന് പറയുന്നത് പുറകൾ കൂടി എന്ത് ചെയ്യുക? വരും. ഈ പുറകൾ കൂടി വരുന്നതെന്നറിയാമോ? ഈ ബലഹീനന്മാർ മൊത്തം നിൽക്കുന്ന എവിടെ നിന്നാണ്? പുറകിൽ നിന്നാണ്. ഇനി നമ്മൾ സാത്താൻ നോക്കുന്നൊക്കെ മുമ്പ് നിന്ന് വരുന്നു നോക്കും. എന്നാൽ ഇവൻ വരുന്നത് പുറകിൽ കൂടി വരത്തുള്ളൂ. കാര്യം ആ പുറകിൽ കൂടി വന്നു കഴിഞ്ഞാൽ അവന് മനസ്സിലാക്കത്തില്ല. ഇതാണ് ഓർത്തോണം. ഒരാത്മീകൻ്റെ കണ്ണ് മുമ്പിൽ മാത്രമല്ല, ഒരാത്മീകൻ്റെ കണ്ണ് പുറകിലുമുണ്ട്. അവൻ എവിടെ കൂടി നോക്കിയാലും സാത്താൻ എവിടെ നിന്ന് വന്നാലും അതിൻ്റെ മണം മനസ്സിലാക്കുന്നുവെങ്കിൽ അവൻ്റെ ആത്മീയ ജീവിതത്തിൽ വിജയം കണ്ടെത്തിയെടുക്കും. കരങ്ങളെ ഉയർത്തി പറഞ്ഞ കർത്താവേ, ഈ മാസം കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ ഒന്നുകൂടി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നെ പിന്തുടരുന്ന, എന്നെ പിടിക്കാൻ കടന്നു വരുന്ന ദുഷ്ട പിശാചിനെ ആത്മാവിൽ മനസ്സിലാക്കിക്കൊണ്ട് ആമേ റിക എങ്ങനെയെങ്കിലും രക്ഷപ്പെടാത്തക്കവണ്ണം കൊതിച്ച് ഓടി രക്ഷപ്പെടാത്തക്ക വാഗ്ദത്തം പ്രാപിപ്പാൻ ഞാൻ പുറപ്പെടുമ്പോഴായിരിക്കും എൻ്റെ പുറകെ വരുന്നത്, എൻ്റെ തലമുറ പുറകെ വരുന്നത്. ഇന്ന് രാവിലെ ആത്മാവിൽ കരമടിച്ച് പറയാ, ആ പുറകെ വരുന്ന ആ ഫറവോന്റെ ശക്തിയെ ആത്മാവിൽ തിരിഞ്ഞുകൊണ്ട് പടവെട്ടാൻ തക്കവണ്ണമുള്ള ഒരു ആത്മാവേന്റെ അഭിഷേക കരമടിച്ച് പറയാ, യേശുവേ ആത്മാവിന്റെ അഭിഷേകത്തെ ഈ പ്രാർത്ഥനയിൽ എന്റെ കുഞ്ഞിന്റെ പുറകെ പോകുന്ന, വിദ്യാഭ്യാസത്തിന്റെ പുറകെ പോകുന്ന, ഭാവിയുടെ പുറകെ പോകുന്ന, ശുശ്രൂഷയുടെ പുറകെ പോകുന്ന, ആരോഗ്യത്തിന്റെ പുറകെ പോകുന്ന, ബിസിനസിന്റെ പുറകെ പോകുന്ന ആ സാത്താനിക പദ്ധതികളെ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ആമേ ആ കെട്ടിനെ അഭിഷേകത്താൽ പൊട്ടിക്കാൻ ദൈവമക്കൾ ഇന്ന് രാവിലെ അധികാരം പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ഗോഡ്. ഉഴന്നു 14:3. പക്ഷേ 15:9 വാക്യത്തിൽ ആമേ പുറപ്പെട്ട് വാഗ്ദത്തം പ്രാപിക്കാൻ പുറപ്പെടാൻ പോകുമ്പോൾ വായിച്ചേ 15:9 വാക്യം. എന്നാൽ ഒന്ന് ഞാൻ പിന്തുടരും. സാത്താൻ പറയാണ്, ഞാൻ എന്ത് ചെയ്യും? അവനെ വെറുതെ വിടത്തില്ല. ഞാൻ അവനെ എന്ത് ചെയ്യത്തില്ല? ഞാൻ അവളെ വെറുതെ വിടത്തില്ല. എൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കുന്നത് വരെ ഞാൻ ആ വ്യക്തിയുടെ പുറകെ പോകും. അങ്ങനെ ഒന്ന് രക്ഷപ്പെട്ട് കാണട്ടെ. സ്തോത്രം. ഇന്ന് രാവിലെ പിശാചിൻ്റെ വൈരാഗ്യവും ഞാൻ ദൈവമക്കൂടെ ആത്മാവിൽ പറയാൻ കേട്ടോ. നമ്മൾ മുറ്റം അലസന്മാരാ. സാത്താൻ ആരല്ല? അലസനല്ല. എന്താ അലസനല്ലാത്ത കാര്യം? സാത്താൻ ഒരു ടാർഗറ്റ് ഉണ്ട്.
ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ അവൻ എപ്പോഴും പ്രവർത്തനത്തിലാണ്. എന്നാൽ നമ്മളാകട്ടെ, പറ ആൻറ്റി, നമ്മളെന്ത് ചെയ്യും? അലസതയാണ്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ തിരുത്തണം. കർത്താവേ, വാഗ്ദത്തം വന്നാൽ മാത്രം പോരാ, ആ വാഗ്ദത്തം പിടിച്ചെടുക്കാൻ തക്ക ഉത്സാഹം എനിക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഉത്സാഹത്തിൽ മടിപ്പില്ലാതെ ആത്മാവിൽ എരിവ്. നോക്കണം, ആ പദത്തിന് ഗൗരവം. ഉത്സാഹത്തിൽ മടിപ്പ് ഇല്ല വരരുത്. എപ്പോഴും ഉത്സാഹമുണ്ടാകണം. 2 എരിവുണ്ടാകണം. ആ എരിവും ആ ഉത്സാഹവുമാണ് അവൻ സാത്താൻ പരാജയപ്പെടുകയും വാഗ്ദത്തം നാം പിടിച്ചു പ്രാപിക്കുകയും ചെയ്താൽ എവിടെയൊക്കെ ഉത്സാഹം അന്യപ്പെട്ട് അലസനായിട്ടിരുന്നുവോ അവിടെ മുഴുവൻ നമ്മൾ പരാജയപ്പെട്ടു പോകും. സ്തോത്രം. 1, സാത്താൻ പറയുന്നു ഞാൻ പിന്തുടരും. 2, ഞാൻ പിടിക്കും. നോക്കണം, സാത്താൻ പറയാണ് ഞാൻ പിന്തുടരും, ഞാൻ പിടിക്കും. ഇവിടെ നമ്മൾ പറയേണ്ട വാക്ക്, പിശാചം നീ എത്ര പിന്തുടർന്നാലും നിനക്ക് എന്നെ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പോരാടാൻ തക്കവണ്ണമുള്ളൊരു അധികാരത്തിന്റെ ശബ്ദം അവൻ നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ അവിടെയാണ് ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയുടെ വിജയം വരുന്നത്. കരമടിച്ചു പറയാ, നീ എന്നെ പിന്തുടർന്ന് എന്നെ ഉടലുമാറാക്കി എന്നെ കണ്ണീര് കുടിപ്പിച്ച് എന്നെ ദുഃഖിപ്പിച്ച് എന്നെ വേദനിപ്പിച്ച് എന്നെ ആകപ്പാടിട്ട് ഇട്ടവട്ടം കറക്കി എന്നെ ആകപ്പാട് രക്ഷപ്പെടാതെ അനുവദിക്കാതെ എന്റെ വഴികളെ അടച്ച് എന്റെ ഉയർച്ചകളെ അടച്ചിട്ട് എന്റെ ജീവിതത്തെ ശൂന്യത വരുത്താൻ തക്കവണ്ണം എന്നെ വീണ്ടും പിന്തുടരുന്ന ആ പിശാച്, കരയിപ്പിക്കുന്ന പിശാച്, ദുഃഖിപ്പിക്കുന്ന പിശാച്, വേദനിപ്പിക്കുന്ന പിശാച്, ആദി ഉളവാക്കുന്ന പിശാചിന്റെ സകല പൈശാചിക സ്വഭാവത്തെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മ നാമത്തെ സഭ ഒരുമിച്ച് കരമടിച്ചു പറയാ, എന്നെ പിടിക്കാൻ വരുന്ന പിശാചിനെ ഞാൻ ഒരിക്കലും എന്നെ വിട്ടുകൊടുക്കയില്ലോ. ഞാൻ അതിന് മുമ്പാകെ ജയം കൊടുക്കും. ജയം കൊടുത്ത് ഞാൻ ആത്മാവിൽ പോരാടും. പ്രൈസ് ഗോഡ്. സ്തോത്രം. 1, സാത്താൻ പിന്തുടരും. 2 പറയുന്നു ഞാൻ പിടിക്കും. എന്താ പിന്തുടരുന്ന കാര്യം? 3-ാമത്തെ കാര്യം വായിച്ചോ. 3-ാമത്തെ കാര്യം, അവന്റെ കയ്യിൽ എന്തുണ്ട്? കൊള്ളയുണ്ട്. അവന്റെ കയ്യിൽ സമ്പത്തുണ്ട്. അവന്റെ കയ്യിൽ കഴിവുണ്ട്. അവന്റെ കയ്യിൽ താലന്തുണ്ട്. അവന്റെ കയ്യിൽ പ്രാർത്ഥന ജീവിതമുണ്ട്. അവന്റെ കയ്യിൽ വെളിപ്പാടുണ്ട്. അവന്റെ കയ്യിൽ സ്വപ്നമുണ്ട്. അവന്റെ കയ്യിൽ പുരോഗമനത്തിന്റെ ആശയം കിടപ്പുണ്ട്. അവൻ വലിയ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവൻ വലിയ പ്ലാനിലാണ്. അവൻ ഡിസൈൻ തയ്യാറാക്കിയിട്ടുണ്ട്. അവൻ ഡിസൈൻ തയ്യാറാക്കി അതും കൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഡിസൈൻ കംപ്ലീറ്റ് ആയാൽ, ആ പ്ലാൻ പൂർത്തിയായി കഴിഞ്ഞാൽ ഈ പട്ടണത്തിൽ, ഈ ദേശത്ത് അവനെ പോലൊരു വ്യക്തി ഈ ലോകത്ത് മറ്റാരും കാണത്തില്ല. അതുകൊണ്ട് അവനെ ഒരിക്കൽ പോലെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞ് സാത്താൻ അതിൻ്റെ പ്ലാനുകൾ പറയുമ്പോൾ നമ്മുടെ കയ്യിക്കുന്ന കൊള്ളയുണ്ടല്ലോ, പ്രാർത്ഥന ജീവിതം, ആരാധന ജീവിതം, പോരാട്ട ജീവിതം, വാഗ്ദത്തങ്ങൾ, വിശേഷതകൾ മൊത്തം നമ്മുടെ കയ്യിലുണ്ട്. ആമേൻ. ആ വാഗ്ദത്തം ഉള്ളത് കൊണ്ട് സ്തോത്രം. ഞാൻ ദൈവമക്കളുടെ ഒരു കാര്യം പറയാം. ഈ വിലപ്പെട്ട സാധനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നിടത്ത് എല്ലാം സെക്യൂരിറ്റിയുടെ എണ്ണവും കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും വിലമതിക്കാത്ത വലിയ സമ്പത്തുകൾ കൊണ്ട് പൊതിയപ്പെട്ടിരിക്കുന്ന അന്തരീക്ഷത്തിൽ നമ്മളിവിടെ നമുക്കറിയാം, ഈ ബേക്കറി ജംഗ്ഷനിൽ റിസർവ് ബാങ്ക് ഉണ്ട്. റിസർവ് ബാങ്കിൻ്റെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ മുള്ളുകൾ കൊണ്ട് പൊതിയപ്പെട്ട മതിൽക്കെട്ടുകളാണ്. പോയെങ്കിൽ ഈ വലിയ സ്തോത്രം നീളമുള്ള സ്തോത്രം ക്യാമറകളാണ് വെച്ചിരിക്കുന്നത്. അത് ഇവിടുത്തെ റിസർവ് ബാങ്കിലാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും മെയിൻ സ്ഥാപനത്തിനകത്ത് നോട്ട് പ്രിൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്വർണ്ണങ്ങൾ സൂക്ഷിക്കുന്ന ആ റിസർവ് ബാങ്കിൻ്റെ ഏറ്റവും കീ പോയിൻ്റ് സ്ഥലത്ത് എന്തുമാത്രം അതിൻ്റെ സെക്യൂരിറ്റി കാണുമെന്ന് ഒന്ന് ഊഹിച്ചേ. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ ഇത്രയും സ്തോത്രം സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ അതിനെക്കാട്ടും വികസിതമായ പല രാജ്യത്തിനകത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ സമ്പത്ത് സൂക്ഷിച്ചിരിക്കുന്ന, സ്വർണ്ണം സൂക്ഷിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ രത്നങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ഉണ്ടാകുന്ന സംരക്ഷണം എന്തുമാത്രമാണ്. രാവിലെ സാത്താൻ നമ്മുടെ പുറകിൽ വെളിപ്പെടേണ്ട മെയിൻ കാരണം നമ്മുടെ അകത്ത് കൊള്ളയുണ്ട്, നമ്മുടെ അകത്ത് വിശേഷതയുണ്ട്. അതിനെ എങ്ങനെയെങ്കിലും വെട്ടിക്കളയണം. ഞാൻ ഇന്ന് രാവിലെ ആത്മനിയോഗത്താൽ വിളിച്ചു പറയാം, നമ്മുടെ ഉയർച്ചകൾക്ക് ദൈവം ചില ഇൻപുട്ട്
ചെയ്തിരിക്കുന്ന നേട്ടങ്ങളുണ്ട്, അതിനെ മൊത്തം വെട്ടിക്കളഞ്ഞുകൊണ്ട് നമ്മെ ആരുമല്ലതാക്കി മാറ്റാനാണ് സാത്താൻ പിന്തുടരുമ്പോൾ അതിനാ നമ്മൾ ഉഴൽമാറാക്കുന്നത്. ആമേ, എല്ലാവരും പിശാചിന് വേണ്ട, എല്ലാവരും പിശാച് നോക്കത്തില്ല, എല്ലാവരും പുറകെ പോയി സാത്താൻ മെനക്കെടില്ല. ആമേ, അവന്റെ കയ്യിൽ ആമേ എന്തെങ്കിലും ലഭിക്കുമെന്ന് അറിയാവുന്നതിന് പുറകിലെ സാത്താൻ പിന്തുടരുന്നുവെങ്കിൽ, ആരെങ്കിലും ഇന്ന് രാവിലെ ഈ ദൂത് വെച്ച് ആ ദൂത് മനസ്സിലാക്കണമെങ്കിൽ, ആമേ എന്റെ ഉഴച്ചകൾക്ക് കാരണം ആമേ പിശാചിന്റെ പ്ലാനാണ്. അതിനർത്ഥം എന്റെ അകത്ത് സാത്താൻ കൊതിക്കുന്ന ചില ആമേ ഉയർച്ചകളുണ്ട്, സാത്താൻ ആമേ നോട്ടമിട്ട ചില നന്മകളുണ്ട്. അതുകൊണ്ടാണ് എന്റെ പുറകിൽ സാത്താൻ വരുന്ന എന്നെ ഉഴലുമാറാക്കുന്ന. കരമടിച്ച ആത്മാൽ പറയാ, സാത്താനേ ആമേ നിന്റെ പദ്ധതി അബലമാക, നിന്റെ പദ്ധതികൾ പൊളിയ. ആമേ എന്റെ അകത്ത് വെച്ച വിശേഷമായ നന്മകളെ കൊള്ളയിടാൻ കള്ളനും ആമേ ദുഷ്ടനും ആമേ ചതികനുമായ ആ പിശാചിന്റെ പദ്ധതികളെ ഇന്ന് രാവിലെ ആത്മാവിൽ ആമേ പടവെട്ടി. യെസ് യെസ്, അക്കരമടിച്ചൊന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച് പറയാമോ? ആത്മാവിൽ പോരാടി പറയാമോ? അല്പമൊക്കെ ഞാൻ അസ്വസ്ഥപ്പെട്ടിട്ടുണ്ട്, അല്പമൊക്കെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയിട്ടുണ്ട്, അല്പമൊക്കെ എൻ്റെ കൊള്ളകൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഇനിമേൽ ദുഷ്ട പിശാചിന് എൻ്റെ മേൽ തൊടാൻ പറ്റത്തില്ല, എൻ്റെ ഉയർച്ചകളെ തൊടാൻ പറ്റില്ല, എൻ്റെ നന്മകളെ തൊടാൻ പറ്റില്ല, എൻ്റെ നേട്ടങ്ങൾ തൊടാൻ പറ്റില്ല. അവൻ ഞാനത് അതിജീവിക്കുക, ഞാൻ ആ വിഷയത്തെ അതിജീവിക്കുക, ഞാൻ ആ വിഷയത്തെ അതിജീവിക്കുക, ഞാൻ ആ വിഷയത്തെ അതിജീവിക്കുക. അവൻ എൻ്റെ കയ്യിൽ നന്മകളെ അടിച്ചു മാറ്റാൻ നിൽക്കുന്ന ആ പിശാചിന്റെ കയ്യിൽ നിന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു. ശവക്കരമടിച്ചൊന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്യാമോ? എല്ലാ ദൈവമക്കൾ കരമടിച്ചൊന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്യാം. അടഗദനം ശബലഗദനം ധരഗടഗസി അഗദനവം ചലാദന അഗച്ചലാധീരചലാദന കൊള്ള പങ്കിടാൻ കൊള്ള പിടിക്കാൻ വരുന്ന പിശാചിന്റെ സകല പ്ലാനുകളെ, എൻ്റെ ഉയർച്ചകളെ വെട്ടാൻ വരുന്ന പിശാചിന്റെ പ്ലാനുകളെ, എൻ്റെ സന്തോഷം കെടുത്താൻ പിശാചിന്റെ പ്ലാനുകളെ, എൻ്റെ ദേശത്ത് ഉടലുമാറാക്കുന്ന ആ പിശാചിന്റെ പ്ലാനുകളെ, ഹല്ലേലൂയ, ഇന്ന് രാവിലെ ആത്മാവ് വെട്ടുന്നു. ഒന്ന് അവൻ പിന്തുടരും, ഒന്ന് അവൻ നമ്മെ ദേശത്ത് ഉടലുമാറാക്കും, രണ്ട് ദേശത്ത് കൊടുക്കും, മൂന്ന് അവൻ നമ്മുടെ പിന്തുടരും, നാല് നമ്മെ പിടിക്കും, അഞ്ചാമത്തെ വാക്ക് കൊള്ള പങ്കിടും, അടുത്ത വാക്ക് ആറാമത്തെ വാക്ക് അവൻ പിശാച് പറയുന്നു എനിക്കൊരു ആഗ്രഹമുണ്ട്, എൻ്റെ ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ രണ്ടാഗ്രഹം, യഹോവ ദൈവത്തിൻ്റെ ആഗ്രഹമുണ്ട്, പിശാചിൻ്റെ ആഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണെന്ന് അറിയാമല്ലോ, നമുക്കറിയാം ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്. അവൻ നമ്മെ ഉയർപ്പിച്ച്, ഒന്ന് വായിച്ച 2:6 എഫേസ്യർ 2:6 വാക്യം, 6ഉം 7ഉം വാക്യം, ദൈവത്തിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞേ വായിച്ച്. എഫേസ്യർ 2:6 വാക്യം, എഫേസ്യർ 2:6 എഫേസ്യർ 2:6 വാക്യം, എഫേസ്യർ 2:6. ചെവി കേട്ടൂടെ? സ്തോത്രം. യേശുക്രിസ്തുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് യേശുക്രിസ്തുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച്, ക്രിസ്തേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിരുത്തുകയും. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി എന്തുവാ? ദൈവത്തിന്റെ പ്ലാൻ എന്ത് ചെയ്യാ? നമ്മെ സകല കെടുതിയിൽ നിന്നും കെട്ടുപൊട്ടിച്ച് ഉയർപ്പിച്ച് നമ്മെ സ്വർഗത്തിൽ ദൈവത്തിന്റെ കൂടെ ഇരുത്തുകയാണ് ദൈവത്തിന്റെ പദ്ധതി. എന്നാൽ സാത്താന്റെ പദ്ധതി എന്താകുന്നു? സാത്താന്റെ പദ്ധതി നമ്മെ അവിടെ ഇരുത്താതെ, അവിടെ കൊണ്ടെത്തിക്കാതെ, ആ ലക്ഷ്യസ്ഥാനത്ത് എത്താതിരിക്കത്തക്ക നിലയിൽ നമ്മെ പിശാചിന് വെട്ടി മാറ്റാനാണ് പിശാചിന്റെ പ്ലാന്. കരങ്ങൾ ഉയർത്തി മനസ്സിലാക്കി സ്വന്തം പറയണം. അപ്പൊ ദൈവത്തിന്റെ പ്ലാൻ എന്തുവാ ആൻറ്റി? നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ക്രിസ്തുവിനോടുകൂടെ എന്ത് ചെയ്യുക? ഇരുത്തുക. ഇതാ ദൈവത്തിൻ്റെ പദ്ധതി. ഇതാ സാത്താൻ്റെ പദ്ധതി എന്തുവാ? ആ വാക്ക് തന്നെ പറയുന്നുണ്ട്, ആമേ കൊള്ള പങ്കിട്ടിട്ട് അവൻ്റെ ആശ നമ്മൾ പൂർത്തിയാക്കിയിട്ട്, അടുത്ത വാക്ക് ഞാൻ എൻ്റെ വാളൂരും. ആ വാക്ക് ഞാൻ എൻ്റെ വാളൂരും, എന്നിട്ട് ഞാൻ അവൻ നിഗ്രഹിക്കും, കൊല്ലുമെന്നാണ്. അപ്പൊ സാത്താൻ്റെ പ്ലാൻ എന്തുവാ? കൊല്ലുന്ന പ്ലാൻ. അപ്പൊ ഉഴൽച്ചയുടെ പുറകിൽ ഒരു മരണമുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം? ഉഴൽച്ചയുടെ പുറകിൽ ഒരു നാശമല്ലേ ഇട്ടിരിക്കുന്നത്? ഉഴൽച്ചയുടെ പുറകിൽ സ്തോത്രം പിശാചിട്ടിരിക്കുന്ന ഒരു പരാജയമല്ലേ? അത് ഉഴൽച്ചയുടെ പുറകിൽ സാത്താൻ കണ്ടിരിക്കുന്ന
ആ വ്യക്തിയെ ഒരു സെക്കൻഡ് പോലും ഭൂമിയിൽ പാർക്കാതിരിക്കണമെന്നല്ലേ ഈ രാവിലെ ആത്മാവിൽ പ്രവചിച്ചു പറയാ. നമ്മുടെ അകത്ത് വരെ സകല ഉഴച്ചകളും സാത്താൻ ഇടുമ്പോൾ ആത്മാവ് മനസ്സായിക്കൊണ്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ച് പോരാടി പറയണ, പിശാചേ നീ എനിക്കിട്ട ഉഴച്ചയുടെ പുറകിൽ എന്നെ കൊല്ലാനുള്ള പ്ലാൻ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിന്നോട് ആത്മാവിൽ കൽപ്പിക്കുന്നു, നിന്റെ ആ പദ്ധതി നിന്റെ മനസ്സ് വെച്ചാൽ മതി. എനിക്ക് ആത്മാവിൽ പോരാടാൻ പറ്റുക. കരമടിച്ച് പറയാ, പിശാചിടുന്ന ഉഴച്ചയുടെ പുറകിൽ അവൻ തന്റെ വാളൂരി അവൻ കൊല്ലാന്റെ പ്ലാനാണ്. അവൻ നമ്മെ കൊല്ലാൻ പോകുന്നു. അവൻ നമ്മെ കൊല്ലാൻ പ്ലാൻ ചെയ്യുമ്പോൾ ആ കൊല്ലാനുള്ള പിശാചിന്റെ ആ പ്ലാനിനെ പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവൻ വെട്ടാൻ തക്കവണ്ണം അവൻ നമുക്ക് പറ്റുമെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥന ഒരു വിടുതലിന്റെ ഉപവാസ പ്രാർത്ഥനയാണ്. ഈ ഉപവാസ പ്രാർത്ഥന ഒരു അത്ഭുതത്തിന് ഉപവാസ പ്രാർത്ഥനയാണ്. അവൻ ജീവിപ്പിക്കുന്നു ഒരു ശുശ്രൂഷയാണ്. പ്രൈസ് ഗോഡ്. കരങ്ങൾ അടിച്ച് തന്നെ സ്തോത്രം പറയാം. കരങ്ങൾ അടിച്ച് തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്താം. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്യാം. എൻ്റെ കുടുംബത്തെ നാശമാക്കി മാറ്റാൻ, എൻ്റെ കുടുംബത്തെ നാശമാക്കി മാറ്റാൻ, എന്നെ ഉലച്ചകളിലേക്ക് കൊണ്ട് മനസ്സിനകത്ത് സ്വസ്ഥരാതെ, മനസ്സിനകത്ത് ഭാരമിട്ട്, മനസ്സിനകത്ത് വേദനയിട്ട് നശിപ്പിക്കാൻ നോക്കുന്ന ഫറവോനെ അവൻ നിന്നോട് യേശുവിൻ നാമത്തെ കൽപ്പിക്കുന്നു. നിന്നോട് യേശുവിൻ നാമത്തെ കൽപ്പിക്കുന്നു. നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. എന്നെ അകാലം നഷ്ടപ്പെടുത്താനല്ലേ, എന്റെ കുടുംബത്തിൽ ചിഹ്നഭിന്നമാക്കി മാറ്റാനല്ലേ. പക്ഷേ ഈ വാഗ്ദത്തം പ്രാപിക്കുന്ന എനിക്ക്, വാഗ്ദത്തമുള്ള എനിക്ക് അവൻ വാഗ്ദത്തം തരാൻ ദൈവം വിശ്വസ്തനാണ്. അത് നിറവേ ദൈവം വിശ്വസ്തനാണ്. അത് പ്രാപിക്കുന്നവരെ ഞാൻ ആത്മാവിൽ പോരാടി കയറാം. അത് ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ പദ്ധതിയാണ്. കരങ്ങളെ ഒന്ന് ഉയർത്തി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ദാവീദ് പറയുന്നു, നീ എൻ്റെ ഉഴച്ചകളെ എണ്ണുന്നു. ആ ഉഴച്ചകളുടെ പുറകിൽ എന്തുണ്ട്? ഒരു മരണമുണ്ടെന്ന് പറയുന്നു. അതിൻ്റെ 13-ാമത്തെ വാക്യം, 56-ന്റെ 13-ാമത്തെ വാക്യത്തിനകത്ത് അതിൻ്റെ ആൻസർ കിടപ്പുണ്ട്. വായിച്ചേ 13. ഞാൻ അപ്പോൾ 8-ാമത്തെ വാക്യത്തിനകത്ത് എന്തുണ്ട്? ഉഴച്ച. 13-ാമത്തെ വാക്യത്തിന് മരണമുണ്ട്. അപ്പോൾ സാത്താൻ എന്തിനാ ഉഴച്ച ഇട്ടത്? കൊല്ലാനാണ്. എന്തിനാണ് ആൻറ്റി? കൊല്ലാനാണ്. 8-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവിന് ജ്ഞാനം പ്രാപിക്കപ്പെട്ട ദാവീദ് പറയുന്നു, എന്നെ കൊല്ലാൻ്റെ നിന്റെ പദ്ധതിയാണെങ്കിൽ മനസ്സിരിക്കട്ടെ. എന്നെ കൊല്ലാൻ അതിന്റെ പ്ലാൻ ഇത് മനസ്സിരിക്കട്ടെ. ആ വാഗ്ദത്തം എൻ്റെ അകത്തേക്ക് വരുന്നവരെയും എൻ്റെ ദൈവം എൻ്റെ പ്രാണനെ മരണത്തിന് എന്ത് ചെയ്യത്തില്ല, വിട്ടുകൊടുക്കുകയില്ല. സ്തോത്രം. ഒരു സ്തോത്രം ചെയ്യാമോ? മനസ്സിലാവുന്നുണ്ടല്ലോ കാര്യങ്ങൾ. ഫെലിസ്ത്യന്റെ ഏറ്റവും വലിയ പ്ലാനാണ് കൊല്ലുക. ആരെ? ദാവീദിനെ കൊല്ലുക. ദാവീദ് ആരായി മാറും? രാജാവായി മാറും. ദാവീദ് ആരായി മാറും? ശ്രേഷ്ഠനായി മാറും. ദാവീദ് യുദ്ധ വീരനായി മാറും. ദാവീദ് തൻ്റെ എൻട്രൻസ് തന്നെ കല്ലുകൊണ്ട് ഞങ്ങളുടെ നേതാവിനെ കൊന്നതാണ്. ഫെലിസ്ത്യന്റെ ഏറ്റവും വലിയ നേതാവായിരുന്നു ആരാ? ആമേൻ, സ്തോത്രം, ഗോലിയാത്ത്. ആ ഗോലിയാത്തിനെ കൊന്നത് ആരാ? ദാവീദാണ്. എത്രാമത്തെ? ബാന സമയത്ത്. അത് ഒരു കല്ലുകൊണ്ട് തീർത്തു. ഒരിക്കൽ പോലും ഫെലിസ്ത്യൻ വിചാരിച്ച് ഞങ്ങൾ നേതാവിനെ കൊല്ലുമെന്ന് ഓർത്തില്ല. ഞങ്ങളുടെ രാജ്യത്തെ സംരക്ഷിച്ചത് ഈ ഫെലിസ്ത്യനായിരുന്നു. അപ്പോൾ ദാവീദിന്റെ തുടക്കം അല്ലെങ്കിൽ ബിഗിനിങ് തന്നെ ആമേൻ ശത്രുവിനെ കൊന്നിട്ട് വന്നുകൊണ്ട്. അതാരെ ശത്രുവാ? ഫെലിസ്ത്യൻ്റെ ശത്രുവിനെ, അല്ലെങ്കിൽ ഫെലിസ്ത്യൻ്റെ നേതാവിനെ, ഫെലിസ്ത്യൻ്റെ ശക്തിയെ കൊട്ട്. അപ്പം അന്ന് മുതൽ തന്നെ ദാവീദിൻ്റെ പുറകിൽ ആരുണ്ട്? പറഞ്ഞേ, ഫെലിസ്ത്യ ശക്തികളുണ്ട്. അത് ദൈവത്തിൻ്റെ ആത്മാവ് ആർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു? ദാവീദിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. അത് ബോധ്യപ്പെടുത്തി കൊടുത്തത് കൊണ്ടാണ് ദാവീദ് പരിജ്ഞാനത്തോടുകൂടെ സ്റ്റെപ്പുകൾ വെച്ചു. അതുകൊണ്ട് ആണ് 56-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ദൈവം എന്നോട് കൃപയുണ്ടാണ്. ഈ 1 ശമൂവേൽ 21-ാമത്തെ വാക്യം കൊണ്ട് പെട്ടെന്ന് വായിച്ചു വിടാമോ? 1-2 വാക്യം വേഗത്തിലൊന്ന് വായിച്ചു വിട്ടാൽ അതിന് ഒരു ചെറിയൊരു ദൂത് തരാം. അമ്മേ, 1 ശമൂവേൽ 21-ാം അധ്യായം. അഹീമേലെക്കിന്റെ അടുക്കൽ ചെന്ന് അഹീമേലെക്ക് ദാവീദിനെ സംഭ്രമത്തോടെ എതിരേറ്റു അവനോട്, ആരും കൂടെ ഇല്ലാതെ തനിച്ചു വരുന്നത് എന്ത് എന്ന് ചോദിച്ചു.
ദാവീദ് നിന്റെ കൂടെ അല്ല എങ്കിൽ ഒരു കൂട്ടം ആൾക്കാരുണ്ടെന്ന്. പ്രശ്നം വന്നപ്പോൾ ഇപ്പം ആരേ ഉള്ളൂ? തനിച്ചേ ഉള്ളൂ, ഒറ്റയ്ക്കേ ഉള്ളൂ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഓർത്തോണം, മിത്രങ്ങൾ ഇഷ്ടമുണ്ടായിരുന്നു. സമ്പത്തുള്ള സമയത്ത് എല്ലാവരും ഇങ്ങനെ വന്നു കിടന്നു. പക്ഷേ ശത്രു എതിർത്തപ്പോൾ ദാവീദ് ആരായി മാറി? ഒറ്റയ്ക്കായി മാറി. പക്ഷേ ദേശത്തിലെ പുരോഹിതന്മാരെ വിളിച്ചു പറഞ്ഞു, അയ്യോ ദാവീദ് അങ്ങ് പോകുമ്പോഴല്ല കൂട്ടമായിട്ടല്ല പോകുന്നത്. പക്ഷെ എന്ത് പറ്റി? ഇന്ന് ഒറ്റയ്ക്ക് വരേണ്ട കാര്യം. വായിച്ചോ, വേഗത്തിൽ വായിച്ചോ. ദാവീദ് പുരോഹിതനായ അഹീമേലെക്കിനോട്, രാജാവ് എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചു. ഞാൻ നിന്നെ അയക്കുകയും നിന്നോട് കൽപ്പിക്കുന്നതുമായ കാര്യം ഒന്നും ആരും അറിയരുത് എന്ന് കൽപ്പിച്ചിരിക്കുന്നു. എന്റെ ബാല്യക്കാർ ഇന്ന സ്ഥലത്ത് വരണമെന്ന് ഞാൻ ചട്ടം കെട്ടിയിരിക്കുന്നു. ആകയാൽ നിന്റെ കൈവശം വല്ലതുമുണ്ടോ? ഒരഞ്ചപ്പം അല്ലെങ്കിൽ തൽക്കാലം കൈവശമുള്ളത് എന്തെങ്കിലും എനിക്ക് തരണമെന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കണം, ഉഴൽച്ച. ഇപ്പൊ കൂടെ എന്തില്ല? ആളില്ല. 2, കഴിക്കാൻ ആഹാരമില്ല. കാര്യം മനസ്സിലാകുന്നുണ്ടോ? ജീവിതത്തിനകത്ത് വിശേഷത കൊണ്ട് പൊതിയപ്പെടുന്ന വ്യക്തി, പക്ഷേ ഒരു ദൗത്യം ചെയ്യാൻ തക്കവണ്ണം ഇറങ്ങി പുറപ്പെടാൻ ദൈവാത്മാ കണ്ടപ്പോൾ കൂടെ നിൽക്കാൻ ആരുമില്ല, ഒറ്റപ്പെട്ടു പോയി. 2, വിശപ്പാണ്, കഴിപ്പാൻ തക്കൻ ആഹാരമില്ല. കെഞ്ചി വാതുറന്ന് കേൾക്കുകയാണ്. അങ്ങ് പുരോഹിതനോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും ആഹാരം തരാൻ പറ്റുമോ? പുള്ളി പറഞ്ഞ വാക്കാണ്, ഒരു ആഹാരമില്ല. പക്ഷേ എന്തുണ്ട്? പള്ളിക്കകത്തുള്ള കുറേ കാഴ്ചയപ്പം ഉണ്ട്. ദാവീദ് അതെടുത്തുകൊണ്ട് പോയി കഴിക്കാൻ പോയി. സ്വത്രം. അതിന് പിന്നെ മൊത്തം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പക്ഷേ ദൈവമല്ലേ എല്ലാത്തിനും കാരണക്കാരൻ. ദൈവം പറഞ്ഞു മിണ്ടായിരിക്കാൻ പറഞ്ഞു. സ്വത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന കാര്യം, ഇത് ഫെലിസ്ത്യർ യുദ്ധം ചെയ്യാൻ പോകുന്ന മുമ്പിൽ തനിക്ക് നേരിട്ട ചില പ്രശ്നമാണ് 21-ാം അധ്യായത്തിൽ. ഞാനതിനെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞ അർത്ഥം, ഒറ്റപ്പെടുമ്പോൾ ആഹാരം കാണത്തില്ല, കൂടെ ആരും കാണത്തില്ല, ഉടഴ്ചകളുടെ എണ്ണം കൂടും. അന്ന് ദാവീദിന് ഒരു കാര്യം മനസ്സിലായി, ഒറ്റയ്ക്ക് നിന്നെങ്കിൽ ഫെലിസ്ത്യനെ വെട്ടാൻ കഴിയത്തുള്ളൂ. അവിടെ ഞാൻ ദൈവമക്കളോട് പറയാൻ കേട്ടോ, ഈ പ്രാർത്ഥിക്കാൻ നമുക്ക് റൂമിലായിരിക്കാം, പ്രാർത്ഥിക്കാൻ തക്കവണ്ണമുള്ള ഒരു അന്തരീക്ഷം ചിലപ്പോൾ നമുക്കുണ്ടായി വരണമെന്നില്ല. എന്നാലും നമ്മെ പിശാച് വേട്ടയാടുന്നു എന്ന കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന് എന്ത് ചെയ്യണം? പോരാടി അങ്ങ് പ്രാർത്ഥിക്കണം. നടന്ന് പ്രാർത്ഥിക്കുകയോ കിടന്ന് പ്രാർത്ഥിക്കുകയോ ഇരുന്ന് പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ അതിനകത്തുനിന്നും രക്ഷപ്പെടണം. കാര്യം നമുക്കൊരു ഉഴൽച്ച വരുമ്പോൾ അതിൻ്റെ പുറകിൽ എന്തുണ്ട്? ഒരു മരണം മണക്കണം. പ്രൈസ് ഗോഡ്. മനസ്സിലാകുന്നുണ്ടോ? നമുക്കൊരു അതൃപ്തി വരുമ്പോൾ, മനസ്സിനകത്ത് അസ്വസ്ഥ വരുമ്പോൾ, മനസ്സിന് ഭയം വരുമ്പോൾ, മനസ്സിനകത്ത് പേടി വരുമ്പോൾ, മനസ്സിന് ഒറ്റപ്പെടൽ വരുമ്പോൾ, അതിൻ്റെ പുറം ഒരു മരണമുണ്ടെന്ന് മനസ്സിലാക്കണം. ആ മരണത്തിന് കാരണം ഫെലിസ്ത്യനെ മനസ്സിലാക്കണം. ആ ഫെലിസ്ത്യനെ അതിജീവിക്കാൻ തക്കവണ്ണം ഒരു യുദ്ധം ആവശ്യമായി മനസ്സിലാക്കണം. ഇങ്ങനെ യുദ്ധം ചെയ്തതുകൊണ്ട് മാത്രമാണ് ഫെലിസ്ത്യൻ തോറ്റുപോയി ദൈവദാസനായ ദാവീദ് രാജാവായി മാറി. സ്തോത്ര. ഞാനൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാതെ ഈ മക്കളോട്, നമ്മൾ ആരായി മാറുമെന്ന് ആദ്യം നമുക്കൊരു വെളിപ്പാടുണ്ടാകണം. അങ്ങനെ വെളിപ്പാടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നിൽക്കുന്ന പിശാച് നമ്മൾ ആരായി മാറുമെന്ന് മനസ്സിലാക്കി നമ്മൾ പോരാടുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. സാത്താൻ അറിയാം നമ്മൾ ആരാണെന്ന കാര്യം. അതുകൊണ്ടല്ലേ ഈ നീല നദിക്കകത്ത് മോശയെ കൊണ്ടിട്ടത്? അതിൽ യേശുവിൻ്റെ കാലത്ത് കൊണ്ട് എത്രയോ കുഞ്ഞുങ്ങളെ വെട്ടിക്കൊന്നു. എന്താ കാര്യം? സാത്താൻ പണ്ടേ അറിയാം, ഇതിനകത്തുനിന്ന് ഒരുത്തൻ എൻ്റെ മേൽത്ത് കയറി വരും എന്നറിയാവുന്നതുകൊണ്ടാണ് അന്നത്തെ കാലത്ത് മൊത്തം സൂതുകരവിന് വിട്ടിട്ട് എബ്രായൻ്റെ സകല ബാലന്മാരെ കൊല്ലാൻ പ്ലാൻ ചെയ്ത്. അത് സാത്താൻ നേരത്തെ മനസ്സിലാക്കിയതുകൊണ്ടല്ലേ. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുമ്പോൾ ആദ്യം നമ്മൾ ആരാകുമെന്ന കാര്യം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു പോരാട്ടം വരുമ്പോൾ നമുക്ക് മനസ്സിലായി, എനിക്ക് കിട്ടിയ വെളിപ്പാടിനെ വെട്ടാനാണ് അവൻ കയറി വരുന്നത്. അതുകൊണ്ട് എൻ്റെ വാഗ്ദത്തത്തെ വെട്ടാൻ ഒരിക്കലും പിശാചിന് പറ്റില്ല, അത് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് തന്നെയാണ് നമ്മുടെ ആത്മീയ പോരാട്ടത്തിൻ്റെ വിജയം എന്ന കാര്യം. അതുകൊണ്ട് ഓർത്തോണം, മനസ്സിനകത്തൊരു അസ്വസ്ഥത വരുമ്പോൾ നമുക്ക് മൊബൈൽ നോക്കി ടിവിയും കണ്ട് അല്ലെങ്കിൽ മറ്റതും കണ്ടുകൊണ്ട് അത് എന്താ സിസ്റ്ററെ, എന്താ ബ്രദറെ, ഒരു അസ്വസ്ഥതയായതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, കോമഡി കണ്ടാൽ ഈ അസ്വസ്ഥത മാറുമോ? ടി വി കണ്ടാൽ അസ്വസ്ഥത മാറുമോ? മാറും ആൻറ്റി. ഉള്ള പ്രശ്നം കൂടത്തേ ഉള്ളൂ. പിന്നെ എന്താ പരിഹാരം? സോഴ്സ് ഇത്രയേ ഉള്ളൂ, പോരാടുക എത്രയേ ഉള്ളൂ. അല്ലാതെ ഒരാളെ ഫോൺ ചെയ്തിട്ട് അമ്മ എനിക്ക് അസ്വസ്ഥതയാണ്, നിങ്ങൾ വിളിക്കാൻ തോന്നിയെന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂർ വിളിച്ചെന്നും പറഞ്ഞുകൊണ്ട് അസ്വസ്ഥത മാറത്തില്ല. സ്തോത്രം. കാര്യം ഫോൺ വയ്ക്കും, വീണ്ടും അസ്വസ്ഥത കൂടി വരും. പക്ഷെ അവിടെയൊക്കെ എന്താണ് ആവശ്യമാണ്?
അവിടെ നമുക്ക് അസ്വസ്ഥ മാറാൻ, ഉഴച്ച മാറാൻ ആത്മാവിൽ പോരാട്ടം മാത്രമേ അതിനകത്ത് സാധ്യതയുള്ളൂ. കരമുയർത്തി കർത്താവ് സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മുടെ കർത്താവ് വിശ്വസനാണ്. അപ്പോൾ നിങ്ങൾ നോക്കണം, ഇനി അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ 56:11 പറയുന്ന വാക്കാണ്, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും. അത് വിശ്വാസത്തിൻ്റെ ക്ലെയിമാണ്. പ്രൈസ് ഗോഡ്. പിശാച് എന്നെ ഉടച്ചിലെ കൊണ്ടുവന്നപ്പോൾ എനിക്കൊരു സൈക്കോളജിക്കൽ ഫാക്ട് മനസ്സിലായി. ഞാൻ അതുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ആത്മാവിൽ പോരാടിയിട്ട് പറഞ്ഞു, പിശാചേ, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. മനുഷ്യനെ, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, നിനക്ക് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും. അതൊരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് നമ്മൾ വചനം പറയുന്ന വാക്ക് റോമലേഖനം അതിൻ്റെ 10-ാമത്തെ 17-ാമത്തെ വാക്യം വായിക്കുന്നത്, വിശ്വാസം ആകിയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താൽ വരുന്നു. ആ യെശയ്യാ 49:2-ാമത്തെ വാക്യത്തെ വായിക്കുന്നു, അവൻ എൻ്റെ വായ മൂർച്ചയുള്ള വാളാക്കി. അപ്പൊ എൻ്റെ നാവിനെ മൂർച്ചയുള്ള വാക്ക് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ വാക്ക് പറയാൻ എൻ്റെ നാവിനെ പ്രാപ്തനാക്കി മാറ്റി. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്ത ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞതുകൊണ്ട് എന്ത് പറ്റി? പിശാചിന് ദാവീദിനെ കൊല്ലാൻ പറ്റിയില്ല. കാര്യം പിശാചിൻ്റെ പദ്ധതി നേരത്തെ മണത്ത് മനസ്സിലാക്കി. ഈ ഉപവാസത്തിൻ്റെ നമുക്ക് ഈ പകൽ നമുക്ക് മനസ്സിലായ കാര്യമാണ്, കർത്താവേ, എനിക്കൊരു വാഗ്ദത്തം വെച്ചിട്ടുണ്ട്, എനിക്ക് ഉയർച്ച വെച്ചിട്ടുണ്ട്, എനിക്ക് വിശേഷത വെച്ചിട്ടുണ്ട്, ഏറ്റവും നല്ലൊരു അവകാശം വെച്ചിട്ടുണ്ട്, ഒരു നല്ല ഉയർച്ച വെച്ചിട്ടുണ്ട്. ആ ഉയർച്ചയുടെ പടവുകൾ ഞാൻ ചവിട്ടി കയറും എന്ന് അറിഞ്ഞിട്ടാണ് എന്നെ ഇട്ട് ഉഴലുമാറാക്കുന്ന മാനസിക സംഘർഷമിടുന്നത്, മാനസിക ഭാരമിടുന്നത്, മാനസിക പ്രയാസമിടുന്നത്, ആ മാനസിക ടെൻഷൻ ഇടുന്ന വാക്ക്, ആ ഭയത്തെയും ടെൻഷനെയും ഇന്ന് രാവിലെ മാറ്റത്തക്കവണ്ണം കർത്താവ്, നീ എൻ്റെ ഉയർച്ചകളെ എണ്ണുന്നു എന്ന് പറഞ്ഞ് കർത്താവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എൻ്റെ കണ്ണുനീരിനെ തുരുത്തിലാക്കി വെക്കണമേ, എന്നെ കുറിച്ച് അങ്ങ് എഴുതിയിരിക്കുന്ന അങ്ങയുടെ പുസ്തകത്തിലുണ്ടല്ലോ എന്ന വാക്ക് റിമൈൻഡ് ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയിൽ കൂടി തനിക്ക് ലഭിച്ച പോരാട്ടത്തിൻ്റെ അറിവാണ് അവൻ സാത്താൻ പോരാടാത്തക്കവണ്ണമുള്ളൊരു ഞാൻ പ്ലെയിൻ ചെയ്തു. മനുഷ്യനെ, പിശാചേ, ഞാൻ യഹോവയിൽ ആശ്രയിക്കുന്നു. അതുകൊണ്ട് എനിക്ക് യഹോവയിൽ ആശ്രയിക്കുന്നത് കോൺഫിഡന്റ് ഉണ്ട്. അത് നിനക്ക് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? നിനക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇന്ന് രാവിലെ നമുക്ക് ദൈവസന്നിധിയിൽ പറയാൻ, കർത്താവേ, സാത്താനെ എന്നോട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ ഇന്ന് രാവിലെ പറയാം, കർത്താവേ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ ആലയത്തിൽ കടന്നു വന്ന് കർത്താവേ, എൻ്റെ ഉഴച്ചകളെ മുഴുവനും ഞാൻ ദൈവത്തിൻ്റെ കരയിൽ ഏൽപ്പിച്ചു. ആ ഉഴച്ചകൾ ദൈവത്തിൻ്റെ കരയിൽ സമർപ്പിച്ചതുകൊണ്ട് എനിക്ക് ലഭിച്ചത് ഒരു ഗുഡ് കോൺഫിഡൻസ് ലഭിച്ചു. അല്ലേ? എന്ത് ലഭിച്ചു? ഒരു ആത്മധൈര്യം ലഭിച്ചു. അവയെ 2 തീമോഥെയോസ് 1-12 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അതെൻ്റെ സെൽഫ് കോൺഫിഡൻ്റ് ആണ്. അതെനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഉറപ്പാണ്. ആ ഉറപ്പിനകത്ത് ഞാൻ ആരെ വിശ്വസിച്ചു എനിക്കറിയാം. യെസ്, ഐ നോ. ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ കോൺഫിഡൻസ് അതിൻ്റെ സ്ട്രോങ് ആണ്, അതിൻ്റെ ബലമാണ്, അതിൻ്റെ ശക്തിയാണ്. അതുകൊണ്ട് അത് എൻ്റെ ഉപനിധിയാണ്. അതെനിക്ക് വെച്ചിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വാഗ്ദത്തമാണ്. അത് പ്രാപിക്കുന്നത് വരെയാ, ആ വാഗ്ദത്തം കൈ ലഭിക്കുന്നവരെയാ ഞാൻ നോ ടെൻഷൻ, എനിക്കൊരു പ്രയാസമില്ലാതെ വണ്ണം എൻ്റെ ഉഴച്ചകളെ ഞാൻ നിഷ്പ്രയാസം അതിജീവിക്കുമെന്നാണ്. ഇന്ന് രാവിലെ നമുക്കും ദൈവസന്നിധിയിൽ പറയാം, ഞാനും ഈ ദൂതന് മുമ്പാകെ യേശുവെ സമർപ്പിക്കുന്നു. ദാവീദ് അങ്ങനെ ജയമെടുത്തത് കൊണ്ട് നമുക്കറിയാം, വചനം പറയുന്നു, ദാവീദ് എല്ലാ രാജാക്കന്മാരെക്കാളും ശ്രേഷ്ഠനായിട്ട് വിളങ്ങിയെന്നല്ലേ? അല്ലേ? മറ്റ് രാജാക്കന്മാരെക്കാളും ഏറ്റവും ശ്രേഷ്ഠ രാജാവായിരുന്നു ആരാ? ദാവീദ്. നമുക്ക് ചോദിക്കും, സാർ അങ്ങ് ഇത്ര ശ്രേഷ്ഠനാകേണ്ട കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, എനിക്ക് ഒത്തിരി ഉഴച്ചകളുണ്ടായിരുന്നു, ഒത്തിരി തകർച്ചകൾ വരാമായിരുന്നു, ഒത്തിരി എന്നെ കൊല്ലാത്തക്കവണ്ണം പിശാച് പ്ലാൻ ചെയ്തു. പക്ഷേ അവിടെയെല്ലാം ഞാൻ ആത്മധൈര്യത്തിൽ പോരാടി വന്നതുകൊണ്ടാണ് ഞാൻ എല്ലാ രാജാക്കന്മാരെക്കാളും ശ്രേഷ്ഠനായിട്ട് വിളങ്ങുവാൻ കാരണം. ദൈവമക്കളെ, നമുക്ക് ഇന്ന് രാവിലെ പറയാം, ഞാൻ പരാജയപ്പെടുത്തില്ല, ഞാൻ ശൂന്യത അനുഭവിക്കില്ല, എൻ്റെ കുടുംബം ശൂന്യത അനുഭവിക്കത്തില്ല. ഇന്നത്തെ എൻ്റെ ഉഴച്ചകൾ മരണത്തിലേക്ക് നയിക്കുകയല്ല, എന്നെ പോരാട്ടത്തിലേക്ക് നയിക്കുകയാണ്. ഈ ഉഴച്ചകൾ എന്നെ തകർച്ചയിലേക്ക് വിടുകയില്ല, എന്നെ അത്ഭുതത്തിൽ നയിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ ആത്മാവിൽ പറയാം, നമുക്ക് സ്തോത്രം ധൈര്യത്തോടെ പറയാം, ഞാൻ ജയിച്ചു കയറും,
എൻ്റെ ഉഴച്ചുകളുടെ മുമ്പാകെ ദൈവാത്മാവ് അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യും. ഹല്ലേലൂയ. ശത്രുവിൻ തല തകർത്തവനെ മാത്രയിൽ ജയം താന്നവനെ ഓ